പാർലമെന്റ് സെഷൻ നടക്കുകയാണ്. പാർലമെന്റ് സെഷനിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വലിയ പ്രസ്താവന വന്നിരിക്കുന്നു. പാകിസ്ഥാൻ തല ഉയർത്തിയാൽ ഞങ്ങൾ വീണ്ടും ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങും എന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുമുള്ള ചർച്ചകൾ ലോക്സഭയിൽ ആരംഭിച്ചിരിക്കുകയാണ്. പാർലമെന്റിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഈ ചർച്ച ആരംഭിച്ചത്. എന്നാൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് നടപടികൾ ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവെച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രതിരോധ മന്ത്രി പല പ്രധാന വിഷയങ്ങളിലും തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ നിന്ന് ഞങ്ങൾ ഒരു ഇടവേള മാത്രമേ എടുത്തിട്ടുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ എന്തെങ്കിലും കുഴപ്പം വരുത്തിയാൽ ഞങ്ങൾ പ്രവർത്തനം പുനരാരംഭിക്കും, അതിനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമായിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ചുള്ള ചർച്ചയുടെ തുടക്കത്തിൽ പ്രതിരോധ മന്ത്രി സൈന്യത്തിന്റെ ധീരതയെ പ്രശംസിച്ചു. മെയ് 6-7 രാത്രിയിൽ സൈന്യം ചരിത്രപരമായിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ മതം ചോദിച്ചാണ് ആളുകളെ കൊല്ലപ്പെടുത്തിയത്. മനുഷ്യത്വമില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അതിനുശേഷം പ്രധാനമന്ത്രി 3 സൈനിക മേധാവികളുമായി ഒരു കൂടിക്കാഴ്ച നടത്തി നിർണായക നടപടിക്ക് അനുമതി നൽകി. നമ്മുടെ സൈന്യം ത്യാഗത്തിന് പിന്നിലല്ല, അവരുടെ വീടുകളിൽ കയറി ഭീകരരെ കൊന്നുകൊണ്ട് നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും സിന്ദൂരത്തിന് സൈന്യം പ്രതികാരം ചെയ്തു. ഈ സിന്ദൂരത്തിന്റെ ചുവപ്പ് നിറം വീരത്വത്തിന്റെ കഥയാണ്. ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് സംസാരിക്കുന്നത്. ഈ ഓപ്പറേഷനിൽ 100-ലധികം തീവ്രവാദികളും ഹാൻഡ്ലർമാരും കൊല്ലപ്പെട്ടു. മരിച്ചവരുടെ എണ്ണം അതിലേറെ കൂടുതലാണ് എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഇന്ത്യ നടപടി നിർത്തിവെച്ചതിന് കാരണം എന്താണ് എന്ന ചോദ്യത്തിന് രാജ്നാഥ് സിംഗ് ഉത്തരം പറയുന്നു. ഈ ആക്രമണം തീവ്രമാകുന്ന സ്വഭാവമുള്ളതായിരുന്നില്ല. എന്നിരുന്നാലും പിന്നീട് പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക സ്ഥാനങ്ങൾ ആക്രമിച്ചു. ഞങ്ങൾ ഈ ആക്രമണം പരാജയപ്പെടുത്തി. ഈ വ്യാപനത്തിനെതിരായ ഞങ്ങളുടെ പ്രത്യാക്രമണം വളർന്നു. ഞങ്ങളുടെ നടപടി പൂർണ്ണമായും സ്വയം പ്രതിരോധത്തിലായിരുന്നു. മെയ് 7 മുതൽ മെയ് 10 വരെ പുലർച്ചെ 1:30 പാകിസ്ഥാനിൽ നിന്ന് നടന്ന ആക്രമണത്തിൽ മിസൈലുകളും ദീർഘദൂര ആയുധങ്ങളും ഉപയോഗിച്ചു. ഞങ്ങളുടെ സൈനിക സ്ഥാപനങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തിലായിരുന്നു. ഞങ്ങളുടെ പ്രതിരോധ സംവിധാനവും ഇലക്ട്രിക് ഉപകരണങ്ങളും പാകിസ്ഥാന്റെ എല്ലാ ആക്രമണങ്ങളെയും പരാജയപ്പെടുത്തി. പാകിസ്ഥാൻ ഒരു ലക്ഷ്യത്തിലും എത്താൻ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ നടത്തിയ എല്ലാ ആക്രമണങ്ങളും തടഞ്ഞു. ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളും ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തി. പാകിസ്ഥാൻ ആക്രമണത്തോടുള്ള ഞങ്ങളുടെ പ്രതികരണ നടപടി ധീരവും നിർണായകവുമായിരുന്നു. ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്നതിൽ ഞങ്ങളുടെ സൈന്യം വളരെയധികം പ്രതിജ്ഞാബദ്ധരായിരുന്നു എന്നാണ് രാജ്നാഥ് സിംഗ് പറയുന്നത്. അതേസമയം കോൺഗ്രസിൽ ഇതേ സമയം വീണ്ടും ഒരു ആഭ്യന്തര തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ മുമ്പുള്ള ചർച്ചയ്ക്ക് മുമ്പ് ശശി തരൂർ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പല ആൾക്കാരും ഉന്നയിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച ആരംഭിച്ചപ്പോൾ കുറച്ച് നാളായി പ്രതിപക്ഷം ഓപ്പറേഷൻ സിന്ദൂർ എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ആവശ്യപ്പെട്ട് വരുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ശശി തരൂരിനെയാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധി, ഗൗരവ് ഗൊഗോയ്, പ്രിയങ്ക ഗാന്ധി, ദീപേന്ദ്ര ഹൂഡ, പരിണീതി ഷിൻഡെ, ഷാഫി പറമ്പിൽ, മാണിക്കം ടാഗോർ, രാജാ ബറാത്ത് എന്നിവർ തങ്ങളുടെ ഭാഗം അവതരിപ്പിക്കും. പാർട്ടിക്ക് വേണ്ടി കോൺഗ്രസിന്റെ ശശി തരൂർ ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അദ്ദേഹം സ്വമേധയാ വിസമ്മതിച്ചതായിട്ടാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത്. കോൺഗ്രസ് സ്പീക്കറുടെ പട്ടികയിൽ ശശി തരൂരിന്റെ പേരില്ലായിരുന്നു എന്ന ചോദ്യത്തിന് പാർലമെന്റ് പരിസരത്ത് ശശി തരൂർ പറഞ്ഞത് മൗനപ്രതിജ്ഞ എന്ന് മാത്രമാണ്. അതിനുശേഷം തരൂർ തന്നെ ചർച്ചയിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചോ അതോ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം നൽകിയില്ലേ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ചൂടുപിടിക്കുകയാണ്. വാസ്തവത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ഭാഗം അവതരിപ്പിക്കാൻ വിദേശ പര്യടനം നടത്തിയത് മുതൽ തരൂരിനെ കുറിച്ച് രാഷ്ട്രീയ ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ച 7 പ്രതിനിധി സംഘങ്ങളിൽ ഒന്നിനെയാണ് ആ സമയത്ത് തരൂർ നയിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.